കേരളത്തിൽ സവിശേഷതകൾ നിറഞ്ഞ പുണ്യപുരാതന ക്ഷേത്രങ്ങൾ ഏറെയുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തപ്പെട്ടിരിക്കുന്ന സ്വയംഭൂ പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രമാണ് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. ആഡംബര വസ്തുക്കളോ അലങ്കാരങ്ങളോ ഇല്ലാതെ വർഷം തോറും ഉത്സവത്തിനായി നിർമ്മിക്കുന്ന വനഭൂമിയിലെ ഈ ക്ഷേത്രത്തിന് പറഞ്ഞറിയിക്കാനാവാത്ത വിധം അനുഭൂതിയാണുള്ളത്. കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ ഗ്രാമത്തിലെ ബാവലിപ്പുഴയുടെ ഇരുതീരങ്ങളിലുമായി അക്കരെ കൊട്ടിയൂരും ഇക്കരെ കൊട്ടിയൂരും എന്നീ പേരുകളുള്ള 2 ക്ഷേത്രങ്ങൾ. ഇതിൽ 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ വർഷത്തിൽ 28 ദിവസം മാത്രമാണ് ആചാരാനുഷ്ഠാനങ്ങൾക്കോ ഭക്തർക്ക് ദർശനത്തിനോ പ്രവേശനമുള്ളത്. ഇടവമാസത്തിലെ ചോതി നക്ഷത്രം മുതൽ മിഥുനമാസത്തിലെ ചിത്തിര വരെയുള്ള 28 നാളുകളാണ് വൈശാഖ മഹോത്സവമായി ഇവിടെ ആഘോഷിക്കുന്നത്. ശിവഭഗവാന്റെ പത്നി സീതാദേവിയുടെ പിതാവ് ദക്ഷൻ യാഗം നടത്തിയെന്ന് കരുതപ്പെടുന്ന ഈ ക്ഷേത്രത്തിൽ സ്ത്രീകളുടെ പ്രവേശനത്തിനും ചില ദിവസങ്ങളിൽ നിയന്ത്രണങ്ങളുണ്ട്. ഈ വർഷത്തിലെ സ്ത്രീകൾക്കായുള്ള ദർശനം മെയ് 31 ഞായറാഴ്ച മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ആ ദിവസത്തെ കാഴ്ചയാണ് ഈ വീഡിയോയിൽ. ജൂൺ 20 ഉച്ചവരെ എല്ലാ സ്ത്രീകൾക്കും അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പ്രവേശിക്കാവുന്നതാണ്. ദക്ഷിണകാശിയായും അറിയപ്പെടുന്ന ഇവിടെ പ്രകൃതിയുടെ ഉപാസനകൾ ഏറ്റുവാങ്ങി ശിവഭഗവാൻ ധ്യാനത്തിലിരിക്കുന്ന അപൂർവ ക്ഷേത്രമായി കൊട്ടിയൂരിനെ വിശേഷിപ്പിക്കാം. ഉത്സവ സമയങ്ങളിൽ രാവിലെ 5 മണി മുതൽ രാത്രി 10 മണി വരെയും ഭക്തർക്ക് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് പ്രവേശനമുണ്ടായിരുന്നു. പണ്ടുകാലത്ത് മുടങ്ങിപ്പോയിരുന്ന ഇവിടുത്തെ ഉത്സവങ്ങൾ വീണ്ടെടുത്തത് ശങ്കരാചാര്യരാണെന്നും പരശുരാമനാണെന്നും വിശ്വസിച്ചു പോരുന്നു ഇവിടെയുള്ള ഭക്തർ. ഈ അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഭഗവതിയുടെ സാന്നിധ്യമുള്ള ഇടമാണ് അമ്മാറയ്ക്കൽ എന്ന ഈ ഭാഗം. അതായത് ദക്ഷയാഗം നടന്ന ഇവിടെ സതീദേവി ദേഹത്യാഗം ചെയ്തതായി വിശ്വസിക്കുന്ന ഈ സ്ഥലമാണ് അമ്മ മറഞ്ഞ കല്ല് എന്നർത്ഥമുള്ള അമ്മാറയ്ക്കൽ എന്നറിയപ്പെടുന്നത്. അക്കരെ കൊട്ടിയൂർ വർഷത്തിലെ 28 ദിവസത്തെ ഉത്സവത്തിനായി പ്രത്യേകം നിർമ്മിക്കുന്ന ക്ഷേത്രമാണെങ്കിൽ ഇക്കരെ കൊട്ടിയൂർ സ്ഥിരമായി പൂജയും ആരാധനയും ഭക്തർക്ക് പ്രവേശനവുമുള്ള ക്ഷേത്രമാണ്. വൈശാഖ ഉത്സവം തുടങ്ങിയാൽ 28 ദിവസം മാത്രമാണ് ഇക്കരെ കൊട്ടിയൂർ നട അടയ്ക്കുന്നത്. ഈ ഉത്സവകാലത്ത് ഇക്കരെ കൊട്ടിയൂരിൽ ശ്രീകോവിൽ അടച്ചിട്ടാലും ഭക്തർക്ക് ക്ഷേത്രത്തിൽ പ്രവേശനമുണ്ട്. അക്കരെ കൊട്ടിയൂരിലെ 28 ദിവസം നീളുന്ന ഉത്സവം തീരുമ്പോൾ പൂജകൾ മുഴുവനാകരുതെന്നാണത്രേ വൈദിക വിധി. കഴിഞ്ഞ വർഷത്തെ പൂർണ്ണമാകാതെ പോയ പൂജകൾ പൂർത്തീകരിച്ചുകൊണ്ടാണ് ഓരോ വർഷവും ഉത്സവങ്ങൾ തുടങ്ങുന്നത്. വ്യത്യസ്തമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ട് വേറിട്ട് നിൽക്കുന്ന കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ദർശനത്തിൻ്റെ അടയാളമായി കാണുന്ന മറ്റൊരു പ്രസാദമാണ് ഓടപ്പൂ. തൂവെള്ള നിറത്തിൽ മനോഹരമായി തൂങ്ങിയാടുന്ന ഓടപ്പൂക്കൾ ക്ഷേത്ര ദർശനത്തിന് ശേഷം വീടുകളിലും വാഹനങ്ങളിലും തൂക്കിയിടാറുണ്ട്. ഐശ്വര്യദായകമാണ് ഓടപ്പൂക്കൾ എന്നാണ് വിശ്വാസം. കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത പ്രകൃതിയും ആരാധനയും ഒന്നിക്കുന്ന അന്തരീക്ഷമാണ്. വനത്തിനുള്ളിലെ യാഗഭൂമി, ബാലവി നദി, തുറന്ന ആകാശത്തിനു കീഴിലെ ശിവലിംഗം എന്നിവ ഈ തീർത്ഥാടനത്തെ അതുല്യമാക്കുന്നു. ദക്ഷയാഗ സ്മരണയിൽ നടത്തുന്ന വൈശാഖോത്സവത്തിലെ പ്രധാന ചടങ്ങുകൾ നീരെഴുന്നള്ളത്ത്, നെയ്യാട്ടം, ഭണ്ഡാരമെഴുന്നള്ളത്ത്, തിരുവോണം ആരാധന, ഇളനീർ വെപ്പ്, ഇളനീരാട്ടം, രോഹിണി ആരാധന, മകം കലം വരവ്, വാളാട്ടം, തൃക്കലശാട്ട് എന്നിവയാണ്. സ്ത്രീകൾക്കായി പ്രവേശനം ലഭിച്ച ആദ്യ ഞായറാഴ്ച തന്നെ ക്ഷേത്രത്തിൽ അഭൂതപൂർവമായ തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്.
ഇതുവരെ ദർശനം നടത്താത്തവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട പുണ്യഭൂമി തന്നെയാണ് കൊട്ടിയൂർ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.